ചോദിച്ചോളൂ സുധാകരൻ, ഒന്നുകൂടി ചോദിച്ചാ ചോദ്യം. നമ്മുടെ വൈബ്രേഷൻ എനർജി ഊർജ തരംഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആ ഊർജ തരംഗം നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനെ എങ്ങനെയാണ് കൊണ്ടുപോകാൻ സാധിക്കും? ശരി, ചോദ്യത്തിൽ ഒരു ചെറിയൊരു തിരുത്ത്. നമ്മുടെ വൈബ്രേഷനും ഊർജ തരംഗവും എന്ന് പറയുന്നത് രണ്ടും ഒന്നാണ്. ഊർജ തരംഗത്തിനാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതായത് നമ്മുടെ വൈബ്രേഷനും ലോ ഓഫ് അട്രാക്ഷനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കും, ഇതാണ് ചോദ്യം. ഓക്കെ, ശരി. ഇവിടെ തന്നെയാണ് നമ്മൾ കൃത്യം ആദ്യത്തെ ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് നിയമം എടുക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താവോ നിങ്ങൾ അതായിത്തീരുന്നു. ഇവിടെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവത്തെ നിങ്ങൾ എടുക്കേ വേണ്ട, അതൊരു നിയമമാണ്. അതിന് ഇവിടെ യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല. അത് ഒരു ആശയം മാത്രം, ഒരു ആശയമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, നമ്മുടെ വൈബ്രേഷൻ മാറുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ റിയാലിറ്റി മാറുന്നത്, അല്ലെ? ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ റിയാലിറ്റിക്ക് വേണ്ടി, നമ്മുടെ ഒരു ഡിസയറിന്, നമ്മുടെ ആഗ്രഹത്തെ, നമ്മുടെ സ്വപ്നത്തെ നമ്മൾ പറ്റിയിട്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. ഇതല്ലേ അതിന്റെ യഥാർത്ഥ വിഷയം. അതായത് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നാണ് മറ്റൊരു രൂപത്തിൽ ഈ ചോദ്യത്തെ എടുക്കുക, ആണല്ലോ? അല്ലെ? അതാണ് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നു, അത് എങ്ങനെയാണ് എന്റെ വൈബ്രേഷനുമായി മാച്ച് ചെയ്യുന്നതെന്നല്ലേ ചോദ്യം? അതെ, അതാണ് ആദ്യം പറഞ്ഞ ഉത്തരവും സെയിം തന്നെയാണ്. നോക്കൂ, നമ്മൾ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിന്തകളാണ് വൈബ്രേഷനുകൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ തോട്ട്സ് ആണ് നമ്മുടെ വൈബ്രേഷൻ ഉണ്ടാകുക. വൈബ്രേഷൻ എന്ന് പറയുന്നത് ന്യൂറോ സയൻസിൽ നേരത്തെ പറഞ്ഞപ്പോൾ ന്യൂറോൺസ് ഫയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് വൈബ്രേഷൻ. നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ ന്യൂറോ സയൻസിൽ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ അതാണ് നമ്മുടെ വൈബ്രേഷൻ. അപ്പോൾ നമ്മൾ പശുവിനെ പറ്റി ചിന്തിച്ചു, അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ പശു എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പശു പറഞ്ഞ പിള്ളേർക്ക് ഞാൻ ക്യാൻസർ, പശു പറഞ്ഞ എല്ലാവർക്കും ഒന്നുമില്ല, പണത്തെ പറ്റി ചിന്തിക്കുന്നു. പണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ പണമാണ്. അടുത്ത വിഷയം എവിടെ കിടക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ ഒരു കാര്യത്തെ ചിന്തിക്കുമ്പോൾ നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന കുറെ വികാരങ്ങളുണ്ട്, ഇമോഷൻസ്, ഇല്ലേ? നമ്മുടെ ഏതൊരു ചിന്തയെയും നമ്മുടെ ഇമോഷൻ സ്വാധീനിക്കും. ഞാൻ സുന്ദരനാണ് എന്ന് ഒരു വിരൂപി പറയുമ്പോൾ, വിരൂപി സുന്ദരനാണെന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് സുന്ദരനെങ്കിലും അകത്ത് കിടക്കും, അതെങ്ങനെ സാധ്യമാകും, ഞാൻ വിരൂപിയാണല്ലോ എന്നൊരു സാധനം നമ്മൾ അകത്തുനിന്ന് ഇറങ്ങി വരും. നമ്മുടെ ഓൾറെഡി ഉള്ള ബിലീവ് സിസ്റ്റം ഇറങ്ങി വരും. ഇത് രണ്ടും ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇതിൽ ആരാണ് പ്രബലൻ, അതിനനുസരിച്ചുള്ള ഇമോഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതിലേതാണ് കൂടുതൽ ശക്തിമുക്തായത്, ആ ഇമോഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. മറ്റൊരു രീതിയിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണക്കാരനാണ് എന്ന് ഒരു പാവപ്പെട്ടവൻ ചിന്തിക്കുമ്പോൾ അവനത് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ പണക്കാരനല്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും എന്ന് അവൻ പറയും. അതേ ആള് തന്നെ എന്റെ കയ്യിൽ 10 രൂപയുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവൻ അംഗീകരിച്ചെന്ന് വരും. കാരണം 10 രൂപ അവനെ സംബന്ധിച്ച് അത്ര വലിയതായിരിക്കില്ല. അപ്പോൾ അവന്റെ ഇമോഷൻ രണ്ടും രണ്ടായി മാറും. അപ്പോൾ ചിന്തകളിൽ നിന്നും നമ്മളെ വികാരമുണ്ടാകുന്നു. വികാരം നമ്മുടെ അന്തർലീനമായി കിടക്കുന്ന പഴയ വിശ്വാസങ്ങളെ കണക്ട് ചെയ്യുന്നു. ഈ വിശ്വാസങ്ങൾ കണക്ട് ചെയ്തിട്ട് നമ്മുടെ വൈബ്രേഷനുകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്ത് വൈബ്രേഷനാണോ ഇവിടെ സൃഷ്ടിച്ചത് അത് സംഭവിക്കും. ഇതാണ് ഇതിന്റെ കൃത്യമായ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ അതാ നേരത്തെ പറഞ്ഞ കാര്യം, തോട്ട്സ് പ്ലസ് ഇമോഷൻ ഈസ് ഈക്വൽ ടു റിയാലിറ്റി. അപ്പോൾ നമ്മൾ വൈബ്രേഷൻ, ഇത് എല്ലാം സംഭവിക്കുന്നത് എനർജിയാണെന്ന് നേരത്തെ പറഞ്ഞു. എനർജി ഓൺലി ദ ഫോം ഓഫ് വൈബ്രേഷൻ. എനർജി മാറുന്നത് വൈബ്രേഷനിലൂടെയാണ്. അപ്പം എനർജി കൃത്യമായി അതായിത്തീരുന്ന എനർജിയിലേക്ക് കണക്ട്. യെസ്, there is a second question, brilliant questions come the same time. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നിടത്ത് അടുത്ത ചോദ്യം വന്നു. ഒന്നുകൂടി പറയാം, നമ്മൾ വീണ്ടും ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ചോദ്യം ഇതാണ് രാജേഷ് ചോദിച്ചത്. then
ഹൗ ലോ ഓഫ് അട്രാക്ഷൻ ഈസ് കണക്റ്റഡ് വിത്ത് യൂണിവേഴ്സൽ എനർജി. ഇതാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വന്ന പോയിന്റ്. കറക്റ്റ് ആയിട്ട് അവിടെ വന്നു. താങ്ക് യു വെരി മച്ച്. നോക്കൂ, നമ്മളുടെ ചിന്തകൾ പ്ലസ് നമ്മുടെ വികാരങ്ങൾ ഈസ് ഈക്വൽ ടു നമ്മുടെ എനർജി. അതാണ് നമ്മുടെ ഒറിജിനൽ യഥാർത്ഥ എനർജി, അല്ലെ? ഈ എനർജിയാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ട്രാൻസ്മിറ്റർ ആണ്. ഇതാണ് എന്റെ അവസ്ഥ. ഞാനൊരു ട്രാൻസ്മിറ്റർ ആണ്. എന്നിൽ നിന്നും എന്റെ വികാരവും എന്റെ ചിന്തകളും കൂടിച്ചേർന്നുണ്ടായ ഇമോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതായത് ആ എനർജി അല്ലെങ്കിൽ ആ ഒരു തരംഗം ഏത് തരംഗവുമായിട്ടായിരിക്കും പ്രകൃതിയിൽ യോജിക്കുക? സമാനതകൾ പരസ്പരം ആകർഷിക്കപ്പെടുന്നു. ഞാൻ ഇവിടുന്ന് സന്തോഷത്തിന്റെ തരംഗം സൃഷ്ടിച്ചാൽ യൂണിവേഴ്സിലുള്ള സന്തോഷത്തിന്റെ തരംഗങ്ങളുമായിട്ടല്ലേ യോജിക്കുള്ളൂ? അല്ല അവിടെ പോയിട്ട് അത് സങ്കടത്തിന് തരംഗമായി യോജിക്കാൻ പറ്റുമോ അതിന്? അല്ലെങ്കിൽ റേഡിയോനെ പറ്റി പറഞ്ഞു, നമ്മളെപ്പോഴും ഉദാഹരണമായിട്ട് എടുക്കാം. ഞാൻ 96.5 FM ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റേഡിയോ ആണ്. ഞാനിത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പ്രപഞ്ചത്തിൽ 96.5 FM എന്നോ 84 എന്നോ 90 ഒന്നുമില്ല. അവിടെ എല്ലാം ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നു. അത് 95 ആയാലും 84 ആയാലും 64 ആയാലും 74 ആയാലും എല്ലാം എനർജി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്നു. അതിന് യാതൊരു തരം വ്യത്യാസവും ഇല്ല. പ്രപഞ്ച എനർജി, യൂണിവേഴ്സൽ എനർജിക്ക് ഒരു വ്യത്യാസവും ഇല്ല. അവിടെ ആകെ ഉള്ളത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് അവിടെയുള്ള ആ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇനി അത് മുന്നോട്ട് പോയിട്ട് ആരാണോ 96.5 FM റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അവരിലേക്ക് ഇത് പ്ലേ ആവും. അപ്പോൾ യൂണിവേഴ്സൽ എനർജി, ചോദ്യത്തിന്റെ മറ്റൊരു രൂപം പറഞ്ഞ രാജേഷ് ചോദിച്ച ചോദ്യത്തിന് മറ്റൊരു രൂപം വെച്ചാൽ ഈ യൂണിവേഴ്സൽ എനർജിയുമായി നമ്മൾ എങ്ങനെയാണ് യോജിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിനെ ട്രാൻസ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഈ എനർജി എല്ലാം യൂണിവേഴ്സിൽ ഉള്ളത് തന്നെയാണ്. അതിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് താതാത്മ്യപ്പെടും, ജോയിൻ ചെയ്ത് പോകും. അപ്പൊ യൂണിവേഴ്സൽ എനർജിയിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, കാരണം അതെല്ലാം നിറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് അതുമായിട്ട് മാച്ച് ചെയ്യപ്പെടും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് കൊടുക്കുന്നുവോ അത് യൂണിവേഴ്സിലേക്ക് യോജിക്കും. ആണ് ഇതിന് കൃത്യമായ വശം. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു രണ്ടാവർക്കും. രാജേഷിന് ക്ലിയർ ആയോ? ക്ലിയർ സർ, ക്ലിയർ. ഇത് വളരെ രണ്ട് നല്ല ബ്രില്യന്റ് ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു വെരി മച്ച്. ന്യൂറോ സയൻസ് സിദ്ധാന്തവും ലോ ഓഫ് അട്രാക്ഷനുമായിട്ടുള്ള ബന്ധം ഏത് തരത്തിലാണ് നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരിക? ന്യൂറോ സയൻസ് സിദ്ധാന്തവും ലോ ഓഫ് അട്രാക്ഷൻ സിദ്ധം എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നത്, അല്ലെ? വളരെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ സ്റ്റുഡൻസുകൾ കിട്ടിയാൽ ഞാൻ സന്തോഷവാണ്. എനിക്ക് എന്റെ വാളിന്റെ മൂർച്ച കുറച്ചും കൂടി കൂട്ടാനുള്ള സാഹചര്യം ലഭിച്ചു. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. ഇനി പറഞ്ഞു തരാം, വളരെ ലളിതമായി പറഞ്ഞു തരാം. ന്യൂറോ സയന്റിഫിക് സിദ്ധാന്തം എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ന്യൂറോൺസുകളാണ് എന്നുള്ള ബ്രെയിനിൽ കിടക്കുന്ന ന്യൂറോൺസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ന്യൂറോൺസ് ആർ ഫയർഡ് ആൻഡ് വയേർഡ് ടുഗദർ എന്നുള്ളതാണ് ഈ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം. ന്യൂറോൺസുകൾ, കുറേ ന്യൂറോൺസുകൾ ഉണ്ടാവും. ഇത് ചലിക്കുമ്പോൾ ഇലക്ട്രിക് ചാർജുകൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും. ഇത് ഫയർ ചെയ്യുമ്പോൾ വയേർഡ് ആകും. ഫയർ ചെയ്യുമ്പോൾ ഇത് വയേർഡായി മാറുന്നു എന്നുള്ള, അതായത് നെറ്റ്വർക്ക് അവിടെ സംജാതമാകുന്നു എന്നുള്ളതാണ് ന്യൂറോ സയൻസിന്റെ അടിസ്ഥാന തത്വം. അതായത് സംഭവം മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ആ എന്ന് പറയാൻ നിൽക്കുമ്പോൾ നിങ്ങൾ കവിത എന്നാണ് പറയേണ്ടെങ്കിൽ ക എന്ന് പറയുന്ന ഒരു ന്യൂറോൺ ഉണ്ടെന്ന് കരുതിയാൽ ആ ന്യൂറോണും വ എന്ന ന്യൂറോണും പിന്നെ ദീർഘത്തിന്റെ ന്യൂറോണും തായുടെ ന്യൂറോണും ഒന്നിച്ച് ഫയർ ആയാൽ മാത്രമേ കവിത എന്നുള്ള വാക്ക് അവിടെ വരികയുള്ളൂ. അപ്പോൾ ക എന്ന് നിങ്ങൾ പഠിച്ചു വെച്ച ക എന്താണോ ആ ക നിങ്ങൾ പഠിച്ചു വെച്ചത്, വേണമെങ്കിൽ മലയാളത്തിലേക്ക് ആവാം, അല്ലെങ്കിൽ KA ആവാം, എന്ത് വേണം നിങ്ങൾ ഉപയോഗിക്കാം. നിങ്ങൾ ന്യൂറോൺസ് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാക്കിയ ആ ന്യൂറോൺസ് വ എന്ന ന്യൂറോൺസും വി എന്ന വള്ളിയുടെ ന്യൂറോൺസും ത എന്ന ന്യൂറോൺസും പരസ്പരം ഒരേ സമയത്ത് ഫയർ ചെയ്യുമ്പോൾ അവിടെ കവിത എന്ന വാക്ക്, അതായത് പുതിയ ഒരു
ന്യൂറോൺ ചെയ്യപ്പെടുന്നത്. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ പറഞ്ഞ തത്വം. അപ്പോൾ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ, ആദ്യം ചിന്തയിൽ നിന്നും കൈ പൊക്കാനുള്ള ഒരു തോട്ട്സ് വരുന്നു എന്ന് കരുതുക. ഇത് വരണമെങ്കിൽ കൈ പൊക്കാനുള്ള, അതായത് മില്യൺസിന്റെ സെക്കൻഡ്സ് ഓഫ് ടൈമിലാണ് ഇത് നടക്കുന്നത്. ആ സമയം കൊണ്ട് കൈ പൊക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ കൈ പൊക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നലുകൾ കൊടുക്കാനുള്ള ന്യൂറോൺസുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യും. അപ്പോൾ കൈ പൊക്കാനുള്ള പ്രോഗ്രാംസ് അവിടെ സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ കൈ പൊക്കും. അത് ഇടത് പൊക്കണോ വലത് പൊക്കണോ എന്നുള്ളത് പിന്നെയും നിങ്ങൾ കൊടുക്കുന്ന സിഗ്നൽ പോലെ ആയിരിക്കും. ഇതാണ് ന്യൂറോ സയൻസ്. എളുപ്പത്തിൽ പറഞ്ഞു. ഇങ്ങനെയൊന്നുമല്ല, ഇത് കുറേ പറയേണ്ടി വരും. വലിയ ശാസ്ത്രശാഖയാണ്. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞത്. അപ്പോൾ എവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഇതുമായി കണക്ട് ചെയ്യുന്നതാണ് ചോദ്യം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ലോ ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായി തീരുന്നു. ഇതേ സാധനത്തെ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, കവിത എന്ന് ചിന്തിച്ചു അല്ലെ, അപ്പൊ ന്യൂറോൺസ് കവിതയുടെ സെറ്റായ ന്യൂറോൺസ് ആയി തീർന്നു. പിന്നെ ആ ന്യൂറോൺസ് ഇവിടെ ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ബ്രെയിനിൽ ആ ന്യൂറോൺ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ബ്രെയിനിൽ നിന്നുള്ള ബ്രെയിനിൽ എപ്പോഴും കമ്പനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ ബ്രെയിൻ കൊടുക്കുന്ന കമ്പനം കായുടേതാണോ വായുടേതാണോ തായുടേതാണോ അല്ല കവിത എന്നുള്ളതാണോ? ബ്രെയിൻ കൊടുക്കുന്ന കമ്പനം പിന്നെ കവിതയുടെ മാത്രമായിരിക്കും. കവിത അവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, നിങ്ങൾ ചിന്തിച്ച ചിന്ത എന്തായിരുന്നുവോ അത് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത്. ഞാൻ പണക്കാരനാണ്, നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ പണക്കാരനാണ്, സെറ്റ് ചെയ്തു. പിന്നെ കമ്പനം ചെയ്യുന്നത് ഞാൻ പണക്കാരനാവട്ടെ എന്നാണോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണോ പണക്കാരൻ എന്നുള്ള ഒറ്റ വാക്കാണോ? നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ന്യൂറോൺ സെറ്റ് ചെയ്തിരിക്കുന്നു പണക്കാരനാണ്. പിന്നെ കമ്പനം ചെയ്യുന്നത് പണക്കാരനാണ്, പണക്കാരനാണ്, പണക്കാരനാണ്. അപ്പൊ സംഭവിക്കുന്നത് അല്ലെ, ജനത്തെ പോയി കൈ പൊക്കാൻ വേണ്ടി തീരുമാനിച്ചു, കൈ പൊക്കി. പണക്കാരനാണെന്ന് നിങ്ങൾ സെറ്റ് ചെയ്തു, പണക്കാരനായി. യാതൊരു തർക്കവും. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ സംഭവിക്കുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങൾ അതായിത്തീരും. യാതൊരു തർക്കവും. ഈ അടിസ്ഥാന തത്വം മനസ്സിലാക്കിയാൽ ലോകത്തിന്റെ എല്ലാ സംഭവങ്ങളും ഇതിൽ തന്നെയാണ്. എന്തുകൊണ്ട് ഈ ചോദ്യം ഇവിടെ വന്നു എന്നുള്ളതായിരിക്കും മറ്റുള്ളവർ വിശ്വസിക്കുന്നത്. ഇപ്പൊ ചിലപ്പോൾ നാളെ ഇത് വീഡിയോ വല്ലവരും കാണുന്നവർ ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു ചോദ്യം എവിടെയും ആരും ചർച്ച ചെയ്യപ്പെടാത്ത. പൊതുവെ ഇത്തരം കാര്യങ്ങൾ മലയാളത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന ആരും ചർച്ച ചെയ്യുന്നില്ല. ചർച്ച ചെയ്യപ്പെടാത്തൊരു ചോദ്യം ഇവിടെ ഉണ്ടായി എന്നതും വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ ഈ പറയുന്ന എല്ലാ തത്വത്തിനെയും നിങ്ങൾ സയന്റിഫിക്കലായിട്ട് വിശകലനം ചെയ്ത് തന്നെ പോകണം. കാരണം ഈ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ നമ്മൾക്കൊന്നും സാധ്യമാവില്ല. ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ബ്രെയിനിലാണ്. അപ്പൊ ബ്രെയിൻ ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ ആയിക്കഴിഞ്ഞുകൊണ്ട് നമ്മൾ തത്വം പഠിക്കുന്ന ഒരു ആശയമാണെന്ന് കരുതി. അതൊരു ആശയമാണ്. ആ ആശയം നമുക്ക് എവിടെയാണ് രൂപപ്പെടേണ്ടത്? ആ ആശയത്തെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എവിടെയാണ്? നമ്മളിൽ അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ എവിടെയാണ് ഇത് ഉൾക്കൊള്ളേണ്ടത്? നമ്മൾ കുറെ മെറ്റാഫിസിക്കൽ തിങ്സ് ഒക്കെ പറയാം നമുക്ക്. പക്ഷെ നമ്മൾ റിയൽ ആയിട്ട് നമ്മുടെ ബ്രെയിനെയാണ് പ്രോഗ്രാം ചെയ്യപ്പെടുന്നത്. ബ്രെയിനിനെ പ്രോഗ്രാം ചെയ്യപ്പെടാത്തിടത്തോളം കാലം അത് നമുക്ക് അക്സെപ്റ്റബിൾ ആവില്ല. ബ്രെയിൻ ആണോ മൈൻഡ് ആണോ എന്നൊക്കെ വേറെ ചോദ്യമാണ്. അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. അത് നിങ്ങൾ വിശ്വസിക്കൂ, മനസ്സിൽ വിശ്വസിക്കൂ എന്ന് പറയുന്ന കാര്യത്തെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഇത് ബ്രെയിനിലാണ് സെറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ബ്രെയിനിൽ അത് സെറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി എന്ന്. അങ്ങനെ അത് വിശ്വസിച്ചെങ്കിൽ നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത്രയും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട്, വീണ്ടും ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ന്യൂറോ സയൻസ് ലോ ഓഫ് അട്രാക്ഷനുമായി കണക്ട് ചെയ്ത് പറയുന്നു? ഞാനിവിടെ നിങ്ങൾക്ക് പുസ്തകം കഴിഞ്ഞ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷന്റെ പുസ്തകത്തിൽ തന്നെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഈ 4 തത്വങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ് പ്രോസസ് നടക്കണമെങ്കിൽ നമുക്ക് ന്യൂറോ സയന്റിസ്റ്റും സൈക്കോളജിയും പോസിറ്റീവ് സൈക്കോളജിയും ന്യൂറോ സയൻസും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഫുള്ളായിട്ട് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കേണ്ട ഒന്നുകൂടി വിശദമാക്കി പറയാം. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഈ ആകർഷണ നിയമം?
പേരിൽ തന്നെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ നിയമം വളരെ ലളിതമാണ്. ആരും വലിയ സംഭവം ഒന്നും എടുക്കണ്ട. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒറ്റ വിഷയം മാത്രമേ ഇവിടെ ഉള്ളൂ. നിങ്ങൾ ആഗ്രഹിച്ച, അതായത് ലോ ഓഫ് അട്രാക്ഷൻ ഇത് എന്താണെന്ന് പിടികിട്ടുന്നില്ല, ഇതിനെ മനസ്സിലാവുന്നില്ല, ഇത് എന്തിനാണ് പഠിക്കുന്നത്, അങ്ങനെ പല ചിന്തയുണ്ട്. നിങ്ങൾ ഇതൊന്നും അവിടെ വിഷയമാക്കണ്ട. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പഠിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുന്ന ചില ടെക്നിക്കുകൾ അങ്ങ് ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്കത് ലഭിക്കും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്, മറ്റാർക്കും അത് ഉണ്ടാക്കി തരാൻ സാധിക്കില്ല. അപ്പോൾ മനസ്സിലായോ ആ ചോദ്യം? അതിന്റെ അർത്ഥം, സാറേ എനിക്ക് സ്വത്ത് വിൽക്കണം, സാർ ഒരു ഐഡിയ പറഞ്ഞു തരുമോ? ഞാൻ ഐഡിയ പറഞ്ഞു തന്നാൽ ലഭിക്കുമോ, സാധിക്കുമോ? ഇത് സാധിക്കില്ല എന്ന് ഞാൻ ഐഡിയ പറഞ്ഞു തരാം. നിങ്ങൾക്കത് വിറ്റ് കിട്ടേണ്ട യാഥാർത്ഥ്യം നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കണം. എവിടെയാണ് സൃഷ്ടിക്കേണ്ടത്? മനസ്സിൽ അത് കൃത്യമായി, അല്ലെങ്കിൽ ബ്രെയിനിൽ, നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിൽ കൃത്യമായി അതിനുള്ള ന്യൂറോൺസുകൾ സെറ്റ് ചെയ്ത് വെക്കുക തന്നെ വേണം, അല്ലാതെ വർക്ക് ചെയ്യില്ല. ഇതാണ് ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള വശം. ഇത് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് ലഭിക്കുന്നുമില്ല. അത് കണ്ടീഷൻ ഇല്ലാതെ അങ്ങ് പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഓക്കെ സംഭവിച്ചു. പലർക്കും റിസൾട്ട് കിട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇന്ന കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ശരി, ഇത് എന്നെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് തീരുമാനിച്ചങ്ങ് ചെയ്തോ, അത് 100% അത് ലഭിക്കുക തന്നെ ചെയ്യും, സാധിക്കുക തന്നെ ചെയ്യും. കാരണം എന്താ? അവിടെ കണ്ടീഷൻ ഇല്ല, നോ ഫിൽട്രേഷൻ. ഇത് മനസ്സിലാക്കുക. ഈ പ്രപഞ്ചം, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പ്രപഞ്ചം ഊർജത്താൽ നിർമ്മിതമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയപ്പോൾ, നമ്മൾ ഓരോരുത്തരും ആ ഊർജത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഈ ഊർജത്തെ സ്വാധീനിക്കാനും അതുവഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ രൂപപ്പെടുത്താനും കഴിയും എന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ അടിസ്ഥാന തത്വം. അപ്പോൾ എവറിഥിങ് ഈസ് ദിസ് യൂണിവേഴ്സ്, എവറിഥിങ് ഈസ് എനർജി. എനർജി എന്താണ് സംഭവിക്കുക? ഒൺലി ക്യാൻ ബി ചേഞ്ച്, അല്ലെ? അതിനെ ആൾട്ടർ ചെയ്യാനേ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ തോട്ട് എന്ന് പറയുന്ന എനർജിയിൽ നിന്നും നിങ്ങൾ ഇമോഷൻ എന്ന് പറയുന്ന എനർജിയും കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ റിയാലിറ്റി സംഭവിക്കുന്നു. തോട്ട്സ് പ്ലസ് ഇമോഷൻ ഈസ് ഈക്വൽ ടു റിയാലിറ്റി. നിങ്ങളുടെ ചിന്ത ഒന്നും നിങ്ങളുടെ വികാരം മറ്റൊന്നുമാകുമ്പോൾ അതിന്റെ റിയാലിറ്റി മറ്റൊന്നായി മാറുന്നു. നിങ്ങൾ ചിന്തിക്കുന്നത് എന്തോ അത് തന്നെയാണ്. കരയുന്നതിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ കരയുക തന്നെ ചെയ്യും. അപ്പോൾ ചുറ്റുപാടും മുഴുവൻ കരച്ചിലായി നിങ്ങൾക്ക് അനുഭവപ്പെടും. നല്ലതിനെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തിന് ഇമോഷൻ വരും, ചുറ്റുപാടും കാണുന്നതെല്ലാം ചിരിക്കുന്നതായിരിക്കും. ഇത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. പലർക്കും പലപ്പോഴും സംഭവിക്കുന്നത്, മനസ്സിൽ നല്ലതിനെ പറ്റി ചിന്തിക്കും, പക്ഷെ എവിടെയെങ്കിലും ആരെങ്കിലും ഒരു നെഗറ്റീവിനെ പറ്റി പറയുമ്പോൾ അയ്യോ ആണോ, അയ്യോ എന്തായോ എന്തോ എന്നും പറഞ്ഞ് ആ ഇമോഷൻ അങ്ങ് അതിലേക്ക് അങ്ങ് ഇറങ്ങി അങ്ങ് പോവും. പിന്നെ സംഭവിക്കുന്നതോ തൊട്ടടുത്ത് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് വിട്ടു പോകും. ഇത് ശ്രദ്ധിക്കണം. ഇമോഷൻ എന്താണ് വരുന്നത് എന്ന് എന്റെ ചിന്തയും എന്റെ ഇമോഷനും ശരിയാണോ എങ്കിൽ എന്റെ യാഥാർത്ഥ്യം ശരിയാകും. ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തത്വം ലളിതമായി മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ട പിന്നെ ഇത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 4 കാര്യങ്ങളാണ്. ഇത് നമ്മൾ എന്റെ ചിന്ത എന്റെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ പിന്നെ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മതി. എന്താണ് എനിക്ക് ആവശ്യം എന്ന് തീരുമാനിക്കാം, അല്ലെ? അതിനെപ്പറ്റി ചിന്തിക്കാം. എന്താണ് എനിക്ക് ആവശ്യമെന്ന് ചിന്തിക്കാം. ആസ്ക്, ചോദിക്കൂ, എന്താ വേണ്ടത്? ഇപ്പൊ ഇവിടെ വന്ന് ഞാൻ ചോദിക്കുന്നു, ചോദ്യം ചോദിക്കൂ. ഇല്ല, ചോദ്യമില്ല. ചോദിക്കാത്തവൻ എന്ത് ലഭിക്കും? ഒന്നും ലഭിക്കില്ല. ചോദിച്ചവന് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ചോദ്യമില്ല. ആസ്ക്. ലോ ഓഫ് അട്രാക്ഷന്റെ ഫസ്റ്റ് ഫണ്ടമെന്റൽ നിയമമാണ് ചോദിക്കൂ. ആരോട്? നിങ്ങൾ ചോദിക്കൂ. എനിക്ക് വേണ്ടത് ഇതാണ്. ഇത് ചോദിക്കാൻ മടിക്കുന്നവന് പിന്നെ എന്താ ലഭിക്കുക? എന്ന് ചോദിക്കാൻ മടിയാണ്. കിട്ടിയില്ലേ, കിട്ടിയില്ല, കിട്ടിയില്ലേ, കിട്ടിയില്ല, 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 പാട്ട് പാടാൻ ഒരു വിഷമവും ഇല്ല. എന്താ കിട്ടേണ്ടത്? അതറിയില്ല. ആരെ ഇവിടെ ഒന്നും കിട്ടിയില്ല. എന്ത് കിട്ടിയില്ല? അറിയില്ല. എന്ത് കിട്ടാത്തത്? അതെനിക്കറിയില്ല. കിട്ടിയില്ല. മറ്റുള്ളവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. എന്താ മറ്റുള്ളവർക്ക് കിട്ടിയത് എന്താണോന്നില്ല, എനിക്കെന്താ ആവശ്യമില്ല, അതെനിക്കറിയില്ല. ആസ്ക് എന്നുള്ളത് തത്വമാണ്. ഇനി ചോദിച്ചാലോ? ഞാൻ ചോദിച്ചു,
ഇപ്പൊ സുധാകുമാരി അമ്മ ചോദ്യം ചോദിച്ചു. ചോദ്യം ചോദിക്കുമ്പോൾ സുധാകുമാരി അമ്മക്ക് ഒരു ഉറപ്പുണ്ട്, ഇതിന് ഉത്തരം എനിക്ക് കിട്ടുമല്ലോ, പൂർണ്ണമായി വിശ്വസിച്ചാണ് ചോദിച്ചത്. അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ സാറ് ചോദ്യം കേൾക്കാം, എന്നാ പിന്നെ പോട്ടെ നാളെ വരാമട്ടോ എന്ന് പറഞ്ഞിട്ട് സാറ് പോവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഉണ്ട്. ഇല്ലേ? ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? വിശ്വസിക്കൂ, വിശ്വാസം. ചോദിക്കൂ, വിശ്വസിക്കൂ, ഉത്തരം കിട്ടും. കിട്ടിയോ? കൃത്യമായി കിട്ടി. ഇനി ചോദിക്കുന്ന ചോദ്യം ശരിയല്ലായിരുന്നെങ്കിലോ? ഉത്തരം കിട്ടിയതും ശരിയാവില്ല. കൃത്യമായല്ലോ? ചോദിക്കൂ, ആസ്ക്, ബിലീവ്. കഴിഞ്ഞു. പിന്നെയോ അതിനുവേണ്ടി നടപടിയെടുക്കൂ. വെറുതെ ഇരുത്താൻ പറ്റുമോ? നടപടിയെടുക്കൂ. ഇൻസ്പയർഡ് ആക്ഷൻ, എന്നെ തന്നെ പ്രചോദിപ്പിക്കുന്ന ആക്ഷൻ എടുക്കൂ. എനിക്ക് എറണാകുളത്തേക്ക് പോകണം. എറണാകുളത്ത് പോകണം തീരുമാനിച്ചു. ആസ്ക്, എറണാകുളമാണ്. ഇനി ഓക്കെ, എറണാകുളത്ത് ഞാൻ എത്തും തീരുമാനിച്ചു. എന്നിട്ട് പോകുന്നതോ സൈക്കിൾ എടുത്തിട്ട് പോവുകയാണ്. കാസർഗോഡ് നിന്ന് എറണാകുളത്ത് സൈക്കിൾ എടുത്ത് പോവുകയാണ്. ഒരു ഇൻസ്പിറേഷനും ഇല്ല. എറണാകുളത്ത് എത്തുമല്ലോ, ഓക്കെ പോയി കളയാം. എത്തും. ഇൻസ്പയർഡ് ആക്ഷൻ ആണെങ്കിൽ പോയി നേരെ വന്ദേ ഭാരത് ആദ്യം കിട്ടുമോ നോക്കും, അല്ലെങ്കിൽ ട്രെയിൻ കാറിൽ പോകാൻ പറ്റും നോക്കും, അല്ലെങ്കിൽ നമുക്ക് എന്നാ പിന്നെ ഫ്ലൈറ്റ് ഉണ്ടോ നോക്കും. ഇതാണ് ഇൻസ്പയർഡ് ആക്ഷൻ. മറ്റേത് ആക്ഷൻ, ഇന്നാണ് കിട്ടും ഉറപ്പ് വിശ്വസിച്ചു. പോകുന്ന എന്തിലൂടെയാണ് അവിടെ എത്തുന്നത്? അത് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ടോ? ആ യാത്ര പ്രചോദിപ്പിക്കുന്നുണ്ടോ? ഇതാണ് ഇൻസ്പയർഡ് ആക്ഷൻ. ഈ ഇൻസ്പയർഡ് ആക്ഷൻ എടുത്താൽ എളുപ്പത്തിൽ അവിടെ എത്തും, അനായാസേനയായി അവിടെ എത്തും. അനായാസേന എത്താൻ കാരണം ഇതെന്നെ ഇൻസ്പയർഡ് ചെയ്യുന്നതാണ്. ചില ആള് കാസർഗോഡ് നിന്ന് എറണാകുളം പോകേണ്ട ആള് വണ്ടി ഓടിച്ച് പോകാൻ ഇഷ്ടമെങ്കിൽ ആ വണ്ടിയിലിരുന്ന് ഓടിക്കുന്നതാണ് അയാൾക്ക് ഇൻസ്പിറേഷൻ എങ്കിൽ അയാൾ വണ്ടി എടുത്ത് പോകും. അല്ല, സൈക്കിൾ ചവിട്ടിയിട്ടാണ് അവിടെ എത്തുന്നത്, അയാളാണ് അയാൾ ഇൻസ്പിറേഷൻ എങ്കിൽ സൈക്കിൾ ഓടി എത്തും. സമയം എടുക്കുന്നേ ഉള്ളൂ വ്യത്യാസം. മറ്റേ ആൾ ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ, നോർമൽ ട്രെയിൻ. അല്ല വന്ദേ ഭാരതിൽ പോകുന്ന വന്ദേ ഭാരത്. അല്ല ഫ്ലൈറ്റിൽ പോകുന്നതാണ് അയാൾക്ക് ആവശ്യം, ഫ്ലൈറ്റിൽ പോകും. ഈ ആക്ഷൻ അയാൾ എടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ എറണാകുളത്ത് എത്തുമോ? എറണാകുളം എന്തായാലും ഇങ്ങോട്ട് വരില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് പോയേ പറ്റൂ, എത്തും. ഇതാണ് ഇൻസ്പയർഡ് ആക്ഷൻ. അത് കഴിഞ്ഞോ സംഭവിക്കുക തന്നെ ചെയ്യും. റിസീവ്, ഒന്നുമില്ല, അത് സംഭവിക്കാൻ വേറെ വഴിയില്ല. നമ്മൾ അവിടേക്കാ പോകുന്നത്, അവിടെ തന്നെ ചെയ്യും. അല്ലേ? എങ്ങനെ കറങ്ങിച്ചാൽ അവിടെ എത്തണം. ഇത്രയും ലളിതമായി മനസ്സിലാക്കൂ. ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഇതിന് ലളിതമാക്കി മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ആ സംഭവം ലഭിക്കുക തന്നെ ചെയ്യും. ഇതിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്. ഇത് ഇങ്ങനെ നമ്മൾ ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമ്മുടെ ചിന്തകളെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഉള്ളവർക്ക് കിട്ടൂലേ? അവർക്കും കിട്ടും. നെഗറ്റീവ് ഉള്ളവർക്കും കിട്ടും, ഒരു സംശയമില്ല. അല്ലെ? ആ ചോദ്യം ആർക്കും കിട്ടും. ഇപ്പൊ നെഗറ്റീവ് ഉള്ളവർക്ക് എന്തേ സാറെ കിട്ടുന്ന? അവർക്കും കിട്ടും. പക്ഷെ അത് അവനെ സംബന്ധിച്ച് പോസിറ്റീവ്, നിങ്ങളെ സംബന്ധിച്ചുമാണ് ഈ നെഗറ്റീവ്. അവൻ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണെന്ന് അവൻ പറയുന്നില്ല. അവൻ പോസിറ്റീവാണ് ആ കാര്യത്തിൽ. നിങ്ങളാണ് അവനെ കാണുന്നത് നെഗറ്റീവ്. അപ്പോൾ അവന് വിഷയമുണ്ടോ? അവന് വിഷയമില്ല, അവന് ലഭിക്കും. ഇനി എറണാകുളത്തേക്ക് പോകണമെന്ന് തീരുമാനിച്ച ലക്ഷ്യമുണ്ടായെങ്കിൽ എങ്ങനെ പോകുമെന്ന വിഷ്വലൈസേഷൻ. ഓക്കെ, ഞാൻ സൈക്കിളിൽ പോകുന്നു. ഓക്കെ, സൈക്കിൾ ചവിട്ടി പോകുന്നതൊക്കെ വിഷ്വലൈസേഷൻ ചെയ്താൽ അവൻ അനായാസേന റോഡുകളും വഴികളും ഒക്കെ, അവൻ ട്രെയിനിലാ പോകുന്നെങ്കിൽ ട്രെയിൻ പോകുന്ന വഴികളൊക്കെ അവൻ മനസ്സിൽ മുൻകൂട്ടി കാണും. ഇന്ന വഴിയിൽ പോകും, ഇവിടെയൊക്കെ ട്രെയിൻ നിർത്തും, ഇവിടെയൊക്കെ ആൾക്കാരെ കയറ്റും, അപ്പൊ ഭക്ഷണം ഇവിടുന്ന് കഴിക്കും, ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ഏകദേശം ഭക്ഷണം കഴിക്കുന്ന സമയമാകും. ഞാനിതാ സീറ്റിലിരിക്കുന്നു, സന്തോഷത്തോടെ പോകുന്നു. വിഷ്വലൈസേഷൻ. എറണാകുളത്ത് എത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആ ട്രെയിനിൽ ഇറങ്ങി പോകേണ്ട അടുത്തേക്ക് പോകും. വിഷ്വലൈസേഷൻ മുൻകൂട്ടി സാധ്യമാകും. പോസിറ്റീവ് ചിന്തകളെ വളർത്തുക, വിഷ്വലൈസേഷൻ ചെയ്യുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയതായി സങ്കല്പിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിൽ കാണാൻ സാധിക്കുക. നിങ്ങൾ യാത്ര പോകുന്നത് മുഴുവനായി കാണുക. യാതൊരു ചെലവുമില്ല, 10 പൈസയുടെ ചെലവില്ല, കുറച്ച് ഊർജത്തിന്റെ ചെലവേ ഉള്ളൂ. വിഷ്വലൈസേഷൻ, ചിന്തകൾ, ന്യൂറോൺസുകൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ അതാത് സ്ഥലത്തെത്തുമ്പോൾ ഞാൻ കാസർഗോഡ് കയറി ട്രെയിനിലാണ് പോകുന്നത്, കോഴിക്കോട് എത്തുമ്പോൾ എനിക്ക് ബിരിയാണി കിട്ടും. വിഷ്വലൈസ് ചെയ്തു, കൃത്യമായി നോക്കിക്കോ. കോഴിക്കോട് എത്തുമ്പോൾ നിങ്ങളുടെ ബിരിയാണി അവിടെ വന്നിരിക്കും. കാരണം അതിനനുസരിച്ച് പ്രകൃതി എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. മൂന്നാമത്തെ കാര്യം, നന്ദി. ഞാൻ ഇത്രയൊക്കെ ചെയ്തു, തീരുമാനിച്ചു, പോകാൻ വിചാരിച്ചു, എല്ലാം നടന്നു, ടിക്കറ്റും കിട്ടി, എല്ലാം കഴിച്ചു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ലളിതം, വളരെ ലളിതം. എല്ലാത്തിനും നന്ദി. എന്താ? ഞാനിത് തീരുമാനിച്ചത് നന്ദി, എനിക്ക് ഇങ്ങനെ ആലോചിക്കാൻ പറ്റിയ നന്ദി, ഞാൻ അത് കൊച്ചി എറണാകുളത്തെ പറ്റി ആലോചിക്കാൻ നന്ദി, എനിക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നതിന് നന്ദി, എല്ലാത്തിനും നന്ദി, എവറിത്തിങ് നന്ദി.
ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് പോകാൻ പറ്റിയ കൈകാലുകൾ ഉണ്ടല്ലോ, പോകാൻ പറ്റി. പോകാൻ പറ്റാനുള്ള കൈകാലുകൾ ഉണ്ടല്ലോ, വണ്ടി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ട്രെയിൻ ഉണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായാലേ പോകാൻ പറ്റും. ഇതിനെല്ലാത്തിനും നന്ദി ഉണ്ടല്ലോ, അതെല്ലാം കിട്ടിയല്ലോ. യെസ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി ഇതിനകത്ത് നമുക്ക് പോകാൻ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു. ട്രെയിൻ നമ്മൾ എല്ലാം കൃത്യസമയം സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ട്രെയിൻ ഇന്ന് 1 മണിക്കൂർ ലേറ്റ് ആണ്. ഓക്കെ, തുടങ്ങിക്കോളൂ. ഞാൻ അഫർമേഷൻ എഴുതാൻ തുടങ്ങിക്കോളൂ. ഞാൻ സന്തോഷത്തോടു കൂടി 8:30 വന്ദേ ഭാരതിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിച്ച് കോഴിക്കോടെത്തി ഭക്ഷണം കഴിച്ച് കയറി പോകുന്നതിന് നന്ദി, 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 താങ്ക് യു. അത് ഫുള്ളായിട്ട് അഫർമേഷൻ എഴുതുക. എന്തൊക്കെ എങ്ങനെ വേണമെന്നുള്ള അഫർമേഷൻ എഴുതുക. അഫർമേഷൻ എഴുതിക്കോളൂ. ധൈര്യം കൂട്ടിക്കോളൂ, മനസ്സിൽ പൊക്കോളൂ. എന്നിട്ട് കയറി പൊക്കോളൂ. ടേക്ക് ആക്ഷൻ. ഇതെല്ലാം കൂട്ടി വെച്ച് വെറുതെ ഇരുന്നാ പോരാ, വണ്ടി കയറണം, പോണം. ടേക്ക് ആക്ഷൻ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഇത്രയേ സംഭവമുള്ളൂ. അപ്പൊ എളുപ്പത്തിൽ പറഞ്ഞു തരാം. ആകർഷണ നിയമം എന്ന് പറയുന്ന ഒരു മാന്ത്രിക വടിയൊന്നുമല്ല. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല. ഇതിന് ക്ഷമയും സ്ഥിരതയും ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകും. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ എ മാജിക്കൽ ടൂൾ, ഇറ്റ്സ് എ റിയാലിറ്റി ടൂൾ. ആകർഷക നിയമം എന്ന് പറയുന്നത് ഒരു മാജിക്കേ അല്ല, ഇറ്റ്സ് എൻ പ്യൂർലി ലോജിക്. ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ട് ആകർഷണ നിയമം മാജിക് അല്ല, ലോജിക് ആണ്. നിങ്ങൾ പല സ്ഥലത്തും പുറത്ത് കേൾക്കുന്നുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ ഇസ് എ മാജിക്. നോ, ഇറ്റ് ഈസ് നോട്ട് അറ്റ് ആൾ എ മാജിക്, ഇറ്റ്സ് എ റിയൽ ലോജിക്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ എങ്ങനെ പ്രോഗ്രാം ചെയ്തെടുക്കുന്നു അത് തന്നെ സംഭവിക്കുന്നുള്ളൂ. ഇത് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്തവർക്കാണ് മാജിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും എപ്രകാരം വേണമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുന്നവയും പോസിറ്റീവ് മനോഭാവം വളർത്തിയെടുക്കാൻ സാധിക്കുന്നവനും അത് ലളിതമായ പ്രക്രിയയാണ്. ഈ സംഭവം പോസിറ്റീവ് മനോഭാവം ഉണ്ടാക്കിയെടുക്കുക, റിമൂവ് ഇംപ്യൂരിറ്റീസ്, നമ്മുടെ തടസ്സങ്ങളെ മാറ്റപ്പെടുത്തുക, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക, ഇത് രണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജേർണി ടു ഹാപ്പിനെസിന് ഈ ആൾക്കാരെ മൊത്തം പിടിച്ചിരുത്തിയതും ജേർണി ടു ഹാപ്പിനെസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ മനസ്സിലെ മാലിന്യങ്ങളെ പറ്റി പഠിപ്പിച്ചതും മനസ്സിനെ നിയന്ത്രിക്കുന്നതിനെ പറ്റി പഠിപ്പിക്കുന്നതും. അതിനെ കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങളോട് എല്ലാവരോടും ജേർണി ടു ഹാപ്പിനെസ് പഠിക്കാൻ വരുന്നത്, മനസ്സൊരു വിസ്മയം വായിക്കാനും പറയുന്നത്, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയവന് മാത്രമേ ഇത് സാധ്യമാക്കുകയുള്ളൂ. അല്ലാത്തവൻ ഇത് വെറുതെ മാജിക്കാന്ന് പറഞ്ഞിട്ട് ഒരു മാജിക് വടി എടുത്തിരിക്കാം. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്സിലുള്ള മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യണം. ആ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ റിമൂവ് ഇംപ്യൂരിറ്റീസിന് മുഴുവൻ ക്ലാസ്സും കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ എവിടെ പോയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചാലും മാലിന്യങ്ങളെ റിമൂവ് ചെയ്യുന്നതിനെ പറ്റി ഒരു ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ടാവില്ല. അവര് പറയും നിങ്ങൾ ഈ ടെക്നിക്ക് ചെയ്യൂ, ആ ടെക്നിക്ക് ചെയ്യൂ, ഇത് ലഭിച്ചിരിക്കുന്നു, കെട്ടിക്കോളൂ, പൊക്കോളൂ. ഇതൊന്നും മാറില്ല. അത് വെറും അപ്പോൾ നിങ്ങൾക്ക് അത് മാജിക് ആണ്. കാരണം കുറേ പേർക്ക് കിട്ടും, കുറേ പേർക്ക് കിട്ടില്ല. കിട്ടില്ലെന്നല്ല കേട്ടോ, കിട്ടുകയൊക്കെ ചെയ്യും. കാരണം ബ്രെയിൻ അങ്ങനെയാണ് വർക്ക് ചെയ്യുക. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നും നിങ്ങൾക്കത് ഉപയോഗിക്കാം. മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത് കാണാം. ഇത് കൃത്യമായി ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് നടക്കുന്ന പ്രക്രിയയല്ല. ഒറ്റ രാത്രി കൊണ്ട് നേരം വെളുക്കുമ്പോൾ മാറുമെന്ന് എന്ന് പറയുന്നതല്ല. മാറുകയൊക്കെ വെച്ചും ചില കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും, ഒറ്റ ദിവസം കൊണ്ട് നടന്നു വരും. പക്ഷേ ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. അപ്പോൾ അത് മാറ്റാനായിട്ട് ക്ഷമയോടെ സ്ഥിരതയോടെ പ്രാക്ടീസുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സൃഷ്ടാവ് നിങ്ങളാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ശക്തമായ ഒരു ഉപകരണമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ എല്ലാ ക്ലാസ്സിന്റെയും അടിസ്ഥാനം ഒറ്റ കാര്യത്തിലാണ്: ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. അതല്ലാത്ത ഒരു ക്ലാസ്സും നമ്മളോട് എടുക്കണില്ല. അതല്ലാത്ത ഒരു സംഭവമില്ല. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതായതിൽ എനിക്ക് ഒരു പങ്കുമില്ല. അതിനകത്ത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കിയത് തന്നെ. ചില വഴികൾ പറഞ്ഞു തരാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. ലോ ഓഫ് അട്രാക്ഷൻ നിയമപ്രകാരം നിങ്ങളുടെ ജീവിതത്തിന്റെ സൃഷ്ടാവ് നിങ്ങളാണ് എന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളുടെ ശക്തി തിരിച്ചറിയുക. നിങ്ങളുടെ വാക്കിന്റെ വില നിങ്ങൾ അറിയുക. നിങ്ങളുടെ ചിന്തകളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ്
അവയെ നല്ല കാര്യങ്ങൾക്ക്, നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾക്ക് നല്ലത് തോന്നുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ നല്ലത്. അപ്പോൾ നിങ്ങളുടെ ചിന്തകളുടെ ശക്തിയെ നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഉള്ള എല്ലാ കഴിവും നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുക. അപ്പോൾ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അത് ഉൾക്കൊള്ളാനുള്ള കഴിവും കൂടി നമുക്കുണ്ടായാൽ മാത്രമാണ് അത് സാധ്യമാകുന്നത് എന്ന് മറ്റൊരു രൂപം. ഓരോ രീതിയിൽ നമ്മൾ എങ്ങനെ എടുത്താൽ എന്റെ നല്ലത്, എനിക്ക് നല്ലത്. ഇപ്പൊ നേരത്തെ രാജഗോപാൽ സാർ പറഞ്ഞ പോലെ ഇപ്പോൾ ലോകം മാറി, എന്റെ ചുറ്റുവട്ടം മാറി. എവിടെയാ മാറിയത്? എന്തിലാണ് മാറിയത്? അപ്പോൾ ലോകം മൊത്തം മാറുന്നതായി ഞാൻ കണ്ടു. അപ്പോഴാണ് ഞാൻ ജീവിതത്തിന്റെ ജീവിതം അറിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു അത് ലഭിക്കും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ശരിയാണ്, എന്റെ സത്യമായ ആവശ്യമാണ്. അത് എന്നിലേക്ക് വരിക തന്നെ. കാരണം വേറെ വഴികളില്ലല്ലോ അതിന്. ഞാൻ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു, അത് എന്നിലേക്ക് വരും. ഐ എം ടേക്കിംഗ് ഇൻസ്പയർഡ് ആക്ഷൻ, ഇറ്റ് വിൽ കം ടു മീ. ദർ ഇസ് നോ ഓപ്ഷൻ. വേറെ ഓപ്ഷൻ ഇല്ല. അത്രയും ലളിതമാണെന്ന് മനസ്സിലാക്കുക. ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അതിന് യാതൊരു തർക്കവുമില്ല. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു, ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാം. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോവാം. ഇത് ഞാൻ യൂട്യൂബിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റി മനസ്സിനെ പ്യൂരിഫൈ ചെയ്ത് കുറച്ചും കൂടി ഭംഗിയായി പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് കയറിക്കോ, ജേർണി ടു ഹാപ്പിനെസ് ചേർന്നോളൂ. എന്നിട്ട് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി എടുത്തോളൂ. ഇനി ജേർണി ടു ഹാപ്പിനെസ്സിലുള്ളവർ ഇവിടെ ഇരിക്കുന്നവർക്ക് തോന്നുന്നു എന്താ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് മനസ്സിലാക്കാനും ഇതിലൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാടിക്കോളൂ. ഇവിടെയും നിങ്ങൾക്ക് ഇതാക്കാം. ഇനി ഇത് കാണുന്ന നാളെ യൂട്യൂബ് കാണുന്നവരോട് പറയാണ്, നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ, ജേർണി ടു ഹാപ്പിനെസ് എല്ലാം പഠിക്കണോ? കയറിപ്പോരി മക്കളെ സുൽത്താന്റെ ഈ ദുനിയാവിലേക്ക്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.